രേഖകൾ കാണാനില്ല. കോടതിയിൽ നിന്നാണ് സാധാരണക്കാരൻ കോടതിയെ അങ്ങേയറ്റം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ ജീവൽ പ്രധാനമായ തെളിവുകൾ കൊണ്ടുപോയി കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. അത്രയ്ക്ക് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകളെയും അത് നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളെയും ഒക്കെ എല്ലാ വിശ്വാസികളും, എല്ലാ ജനാധിപത്യ വിശ്വാസികളും അംഗീകരിക്കുകയും അവലംബിക്കുകയും അവരോട് പലതും അർപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പല തെളിവുകളും കോടതികളിൽ സമർപ്പിക്കുന്നത്. ആ സമയത്താണ് അഭിമന്യു വധക്കേസിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകൾ പ്രതിപട്ടികയിലുണ്ട്. അവരാണിത് ചെയ്തത്. അവരെ രക്ഷിക്കാൻ ആരാണ് കോടതിയിൽ ശ്രമിച്ചത്? അതാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പൊ അവരുടെ ആളുകൾ കോടതിയിലേക്ക് വന്നോ, അതോ കോടതി അവരുടെ ആളുകളുടെ അടുത്തേക്ക് പോയോ? ഇതൊക്കെ സാധാരണക്കാരൻ അറിയണം. ഇത് പൊതുവിഷയമാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് എതിർഭാഗത്തുള്ളത് എന്നുള്ളത് കൊണ്ട്, പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ടാണ് അഭിമന്യുവിനെ കൊന്നതിന്റെ പ്രതികൾ. ഈ രേഖകൾ കാണാനില്ലാതായാൽ രക്ഷപ്പെടുന്നത് ഈ രാജ്യവിരുദ്ധരാണ് എന്നുള്ളത് കൊണ്ട് നമുക്കതറിയണം. സോഷ്യൽ മീഡിയ വലിയ വിപ്ലവകരമായ രൂപത്തിൽ പ്രതിഷേധ പ്രോഗ്രാമുകൾ ചെയ്തു. അങ്ങനെ മുഖ്യധാര ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എടുത്തു കൊടുക്കാതെ പറ്റില്ല എന്ന ഒരു പ്രതിസന്ധി സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്തു. ഒടുവിൽ അന്വേഷണം DGPക്ക് കൈമാറിയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ സുപ്രധാനമായ രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തുമെന്നാണ് വാർത്ത. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്തും രംഗത്തെത്തിയിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന വട്ടവട സ്വദേശിയായ അഭിമന്യു കൊല്ലപ്പെട്ട് 5.5 വർഷം പിന്നിടുമ്പോഴാണ് കോടതിയിൽ നിന്ന് രേഖകൾ അപ്രത്യക്ഷമാകുന്നത്. നഷ്ടപ്പെട്ടു എന്ന വിവരം എങ്ങനെയാണ് പുറത്തു വന്നത്? ഇവര് കോടതിയെ അറിയിച്ചതല്ല, മാധ്യമങ്ങളെ അറിയിച്ചതല്ല. എറണാകുളം സെൻട്രൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ വിഷയം ഉള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മജിസ്ട്രേറ്റിന് നൽകിയ മൊഴികൾ ഉൾപ്പെടെയുള്ള 11 സുപ്രധാനപ്പെട്ട രേഖകളാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതാകുന്നത്. ആരുടെയും സ്വാധീനങ്ങളില്ലെന്ന് പറയാൻ പറ്റുമോ? എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ഈ 11 രേഖകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകൾക്ക് വിലങ്ങഴി അണിയിക്കാനുള്ള രേഖകളാണ്. അതെവിടെ പോയി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ്. അവർക്ക് മാറ്റാം, തിരുത്താം. അപ്പോ ഇത് എവിടെയാണ് പോയത് എന്ന് നമുക്കറിയണം. ഈ വിഷയം വാർത്തയായി, സംഭവം വൈറലായി, സോഷ്യൽ മീഡിയ ഉറഞ്ഞു തുള്ളി. ഈ ബാൻ ചെയ്യപ്പെട്ട സംഘടനാ നേതാക്കളെ രക്ഷപ്പെടുത്താൻ എറണാകുളം സെഷൻസ് കോടതിയിൽ ആരാണ് ശ്രമിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞേ തീരൂ. സംഭവം വാർത്തയായതോടെയാണ് അന്വേഷണം നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഓൾറെഡി നിർദ്ദേശം നൽകിയതല്ല, ആസ് യൂഷ്വൽ അല്ല. അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് നമ്മൾ കേൾക്കാറില്ലേ? അതുകൊണ്ട് സോഷ്യൽ മീഡിയ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു. തൊള്ള പൊട്ടുമാറുച്ചത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എതിർ ശബ്ദങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ അവിഞ്ഞ സംസ്ഥാന സർക്കാരിന് നിർബന്ധിതമാകേണ്ടി വന്നു അന്വേഷണം നടത്താൻ DGPക്ക് നിർദ്ദേശം നൽകാൻ. അങ്ങനെയാണ് നിർദ്ദേശം. രേഖകൾ കാണാതായ വിവരം ഹൈക്കോടതിയെയാണ് സർക്കാർ അറിയിക്കുന്നത്. നഷ്ടപ്പെട്ടവയുടെ പകർപ്പുകൾ പോലീസിന്റെ കൈവശമുള്ളതായും കോടതിയെ അറിയിച്ചു. കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിക്കുന്നത് പോലെ
ഷാരൂഖ് സൈഫി എന്ന ഭീകരൻ കോഴിക്കോട് എലത്തൂർ തീവണ്ടിക്ക് തീ വെച്ച് 3 പേരെ ചുട്ടുകൊന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കേരള പോലീസിന്റെ കയ്യിൽ അഭിമന്യുവിനെ കൊന്നതിന്റെ തെളിവുകൾ ഉണ്ടെന്നോ? അവരത് ആർക്ക് നൽകില്ല? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കേരള പോലീസിൽ സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസം അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. നമ്മളാരും ഒന്നും ചെയ്തതല്ല. അപ്പോൾ നഷ്ടപ്പെട്ടവയുടെ പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്നു. അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ള പകർപ്പുകൾ ഉടൻ തന്നെ കോടതിക്ക് കൈമാറുമത്രേ. വേണ്ടത്ര രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി ഈ രാജ്യവിരുദ്ധരെ രക്ഷപ്പെടാനുള്ള സമീപനം സ്വീകരിക്കുമോ ഇല്ലേ? ആര് കണ്ടു? കേസിൽ വിചാരണ നടക്കാനിരിക്കുകയാണ് ഈ മാസം. രേഖകൾ കാണാതായതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടത് ദുരൂഹത മാത്രമല്ല, രാജ്യവിരുദ്ധർ ഈ കോടതിക്കകത്തുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭാവമുള്ള ആളുകൾ എറണാകുളം സെഷൻസ് കോടതിക്കകത്തുണ്ട്. കോടതി അങ്ങോട്ട് ചെല്ലും അവന്റെയൊക്കെ മുമ്പിൽ ഈ തെളിവുകളുമായി. അതേസമയം അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷണം നടത്തണമെന്നും SFI ആവശ്യപ്പെട്ടു. ഒരു സേതുരാമയ്യർ CBI നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. മുമ്പിൽ നിന്നിട്ട് ആരാണ് ഈ കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നത്? കൊന്നവൻ തന്നെ. സിദ്ധാർത്ഥന്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അഭിമന്യുവിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്, മനുഷ്യ മനസാക്ഷിയെ കരയിക്കുന്നതാണ്. അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നതിനു വേണ്ടി കോടതിയിൽ പ്രവർത്തിച്ചതാര്? ഇതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണം. അത് സാധാരണക്കാരന്റെ ആവശ്യമാണ്. അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും സാധാരണക്കാരൻ അറിയണം ഇത് എങ്ങോട്ട് പോയി. ഇത് പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോഴേക്ക് പുതിയ വൈറൽ വാർത്ത വരും. ജനങ്ങളും മാധ്യമങ്ങളും അതിന്റെ പിന്നാലെ പോകും. അപ്പോൾ അഭിമന്യുവിന്റെ രേഖകൾ ആർക്ക് എപ്പോൾ എന്തിന് എത്രയ്ക്ക് കൊടുത്തു എന്ന് ആരും അറിയാൻ പോകുന്നില്ല. കൃത്യവിലോപം കാണിച്ച എറണാകുളം സെഷൻസ് കോടതിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്തിനാണ് ഇനിയും ഇവർ അമാന്തിക്കുന്നത്? ഈ രേഖകൾ കാണാനില്ല എന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെ ആ ഉദ്യോഗസ്ഥർക്കൊക്കെ എതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതിനെയും ഇവരുടെ കുടുംബം ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? കേസിന്റെ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തിരിച്ചു പിടിച്ച് അഭിമന്യു വധക്കേസിലെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കണം. ഇത് അഭിമന്യുവിന്റെ കുടുംബത്തിന്റെ ആവശ്യമല്ല, പൊതുജനങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ വിശ്വസിച്ച് ഒരു കലാലയത്തിലേക്ക് അയക്കുന്നത് പീസാക്കി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു തരാനല്ല, ഈ രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രാജ്യത്തോടുള്ള കൂറും വിശ്വാസ്യതയും ഉറച്ചു നിന്ന് ആത്മവിശ്വാസത്തോടു കൂടി രാജ്യത്തിനെ സേവിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. രാജ്യത്തിനും കുടുംബത്തിനുമൊക്കെ എന്തെങ്കിലും മുതൽക്കൂട്ടായി കുട്ടികൾ മാറണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇല്ലാത്ത പണം നുള്ളിപ്പെറുക്കി മക്കൾക്കെങ്കിലും നമ്മളെ പോലെയുള്ള അവസ്ഥ വരരുത് എന്ന് ആഗ്രഹിച്ചു മാതാപിതാക്കൾ കലാലയങ്ങളുടെ പടിവാതിലുകൾ നടന്നു നീങ്ങുവാണ്. ചെരുപ്പ് തേയുവോളം നടക്കുവാണ് ഒരു അഡ്മിഷന് വേണ്ടി. ഒടുവിൽ ഈ കടമ്പകളെല്ലാം കടന്ന് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ചേർത്ത് കഴിയുമ്പോൾ ചേതനയറ്റ ശരീരങ്ങളാണ് സിദ്ധാർത്ഥന്റെയും അഭിമന്യുവിനെയും പോലെ നിങ്ങൾ മടക്കി കൊടുക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു നീതിയും നിയമവും ഭരണവും ഒക്കെ എന്ന് ചോദിക്കില്ലേ? സ്വാഭാവികം. അഭിമന്യുവിന്റെ കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ടാകണം. എല്ലാത്തിനും നമുക്ക് NIA-യും CBI-യെയും ഒന്നും വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുറ്റക്കാർ, ഈ ക്രിമിനലുകൾ, ഈ കൊലയാളികൾക്കെതിരെ കൃത്യമായ രൂപത്തിലുള്ള അന്വേഷണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള സർക്കാരിനും പോലീസിനും സാധിക്കണം. നന്ദി.